ഇതൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബാമ്പിനോടെ അടയാണ്, നമ്മൾ ഗോതമ്പ് കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. തിളച്ച വെള്ളത്തിലോട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ ഇളക്കാം. ഇത് നെയ്ക്കകത്ത് വറുത്തും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. 2 രീതിയിൽ ഇത് ചെയ്യാം. ഇത് നെയ്യ് ചേർത്തേക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കതിനെ ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഊറ്റി മാറ്റണം. ഊറ്റിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ചൂടൊന്ന് മാറ്റി കൊടുക്കണം. പാസ്തയൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ചൂടങ്ങ് മാറ്റി കൊടുക്കണം. ഒരിക്കൽ ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വാങ്ങിക്കുന്ന ശർക്കരയ്ക്കകത്ത് പ്രത്യേകിച്ച് വലിയ അഴുക്കൊന്നും ഇല്ലെന്ന്. ഇത് കണ്ടില്ലേ, ഉരുക്കിയെടുത്തിട്ട് അതിനകത്ത് അങ്ങനെ അഴുക്കേ ഇല്ല. ചില ശർക്കര ആണെങ്കിൽ ഭയങ്കര അഴുക്കായിരിക്കും അരിച്ചെടുക്കുമ്പോൾ. ഇനി ആ ശർക്കര അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് അടയുള്ളതുകൊണ്ടാണ് ഞാൻ ചരുവം എടുക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉരുളിക്കകത്തൊക്കെ ചെയ്യാം. ഇതിനകത്തോട്ട് കഴുകിയ ചൗവരി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന അട ഇട്ട് കൊടുക്കുക. ഇത് നല്ല തുടരെ ഇളക്കണം. അട വേവുന്നിടം വരെ അടയും ചൗവരിയും നല്ലതുപോലെ വേവണം. ചൗവരി വേണമെങ്കിൽ നമുക്ക് വേവിച്ചും ചേർക്കാം. അതാകുമ്പോൾ പായസം വേവാറാകുമ്പം ചേർത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ വെർമിസെല്ലി വയ്ക്കുമ്പം ചൗവരി വേവിച്ച് ചേർക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിന് വലിയ വേവില്ലല്ലോ. ചൗവരിക്ക് നല്ല വേവുള്ളതല്ലേ. പായസം വേവാറാകുമ്പോഴത്തേന് ചൗവരി ചേർത്ത് കൊടുത്താൽ മതി. കുക്കറിനകത്ത് ഒന്ന് വേവിച്ചെടുത്ത് ചേർത്താൽ മതി. അതിലോട്ട് 3-ാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് കുറച്ച് വേവട്ട്. 3-ാമത്തെ പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി 2-ാം പാൽ ചേർക്കണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇതിലോട്ട് 2-ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അടയും ചൗവരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയുടെ ചേർക്കുക. ഇനി നമുക്ക് 1-ാം പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള പാലായിരുന്നു ഇത്. ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ട. ഒന്ന് ചൂടാകുമ്പോൾ സ്റ്റവ് ഓഫാക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും വേണമെങ്കിൽ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഞാനിപ്പോൾ ഇതിപ്പോൾ ചേർക്കുന്നില്ല. അങ്ങനെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് നെയ്ക്കകത്ത് വറുത്താണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിൽ തിളപ്പിച്ച് അട എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൊള്ളാം, സൂപ്പർ പായസമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ.